ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ഏതാനും വാക്കുകളാണ്. ഈ വാക്കുകൾ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം, ഇവയുടെ അർത്ഥം, ഉപയോഗം. ഇന്ന് നമ്മൾ കാണുന്നത് ഫോർ എന്ന വാക്കാണ്. FOR, ഫോർ. ഈ വാക്കിന്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ് വേണ്ടി. വേണ്ടി എന്ന് മലയാളത്തിൽ പറയുന്നത് നമുക്ക് ഇംഗ്ലീഷില് ഫോർ വെച്ചാണ് കിട്ടുക. നമുക്ക് ഈ ഒന്നാമത്തെ വാചകം നോക്കാം. ഐ ബോട്ട് എ പെൻ ഫോർ us. ഐ ബോട്ട്, ഞാൻ വാങ്ങിച്ചു. എന്ത്? എ പെൻ, ഒരു പേന. ഫോർ us, നമുക്ക് വേണ്ടി. ഫോർ us, നമുക്ക് വേണ്ടി ഞാനൊരു പേന വാങ്ങി. ഫോർ us. ഇതുപോലെ ഈ വാക്കുകൾ ഉപയോഗിക്കാം. ഐ ബോട്ട് എ പെൻ ഫോർ യു. നിനക്ക് വേണ്ടി ഞാനൊരു പേന വാങ്ങി. നിനക്ക് വേണ്ടി ഞാനൊരു പേന വാങ്ങും. ഐ വിൽ ബൈ എ പെൻ ഫോർ യു. നിനക്ക് വേണ്ടി ഞാനൊരു പേന വാങ്ങും. ഐ ബോട്ട് എ പെൻ ഫോർ ഹിം. അവന് വേണ്ടി ഞാനൊരു പേന വാങ്ങി. ഐ ബോട്ട് എ പെൻ ഫോർ ഹെർ. അവൾക്ക് വേണ്ടി ഞാനൊരു പേന വാങ്ങി. ഐ ബോട്ട് എ പെൻ ഫോർ ദം. അവർക്ക് വേണ്ടി ഞാനൊരു പേന വാങ്ങി. I bought a pen for Raju. I bought a pen for Raju. രാജുവിന് വേണ്ടി ഞാനൊരു പേന വാങ്ങി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ഭാഷയിൽ മലയാളത്തില് വേറെ രീതിയിലും ഈ ആശയം പറയാറുണ്ട്. നിനക്കായി ഞാനൊരു പേന വാങ്ങി, അങ്ങനെ പറയും. നിനക്ക് വേണ്ടി എന്ന് എപ്പോഴും പറയണമെന്നില്ല. നിനക്കായി ഞാനൊരു പേന വാങ്ങി. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. I am waiting for you. ഞാൻ നിനക്കായി കാത്തിരിക്കുകയാണ്. I am waiting for you. ആ രീതിയിൽ നമ്മൾ പറയും. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി. ഞാൻ നിനക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. I am working for you. I am working for you. ഞാൻ നിനക്ക് വേണ്ടി ജോലി ചെയ്തു. I worked for you. നിനക്ക് വേണ്ടി. ആ രീതിയിൽ നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഇംഗ്ലീഷിൽ ഫോർ വെച്ചാണ് കിട്ടുക. ഫോറിന്റെ പ്രധാനപ്പെട്ട ഉപയോഗമാണിത്. ഇനി മറ്റൊരു വാചകം കാണാം. ഞാൻ 2 മണിക്കൂർ പഠിച്ചു. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ സ്റ്റഡിഡ് ഫോർ 2 hours. ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്പോക്കൺ ഇംഗ്ലീഷില് ഐ സ്റ്റഡിഡ് 2 hours എന്നും പറയും. നേരത്തെ നമ്മൾ പഠിച്ച ഒരു വാചകം ഓർക്കാം. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. ഓർക്കുന്നുണ്ടോ? 2 മണിക്കൂറായി ഞാൻ എഴുതുകയാണ്, അല്ലെങ്കിൽ 2 മണിക്കൂറായി ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. He has been waiting for 3 days. He has been waiting for 3 days. 3 ദിവസങ്ങളായി അവൻ കാത്തിരിക്കുകയാണ്, അല്ലെ കാത്തുകൊണ്ടിരിക്കുകയാണ്. He has been waiting for 3 days. 3 ദിവസങ്ങളായി അവൻ കാത്തിരിക്കുകയാണ്. ആ രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഫോർ എന്ന വാക്ക് മറ്റു രീതിയിലും മറ്റർത്ഥങ്ങളിലൊക്കെ ഉപയോഗിക്കും. അത് നമുക്ക് പിന്നീട് കാണാം. ഈ വേണ്ടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ്. അതാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും കാണുക. ഇതുപോലെ സമയത്തെക്കുറിച്ചും പറയും. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്താൽ എളുപ്പമാണ്. നേരത്തെ പറഞ്ഞതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷിലെ ഫോർ ഇല്ലാതെയും നമ്മൾ പറയും. ഐ സ്റ്റഡിഡ് 2 hours എന്ന് പറയും. ഐ വർക്ക്ഡ് 2 days എന്ന് പറയും. പക്ഷെ ഫോർ വെച്ചും നമ്മൾ പറയാറുണ്ട്. അത് മനസ്സിലാക്കുക. ഇന്ന് നാം കണ്ടത് ഫോർ എന്ന വാക്കിന്റെ പ്രധാനപ്പെട്ട ഉപയോഗമാണ്. വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയുന്നത്, മലയാളത്തിൽ പറയുന്നത് ഇംഗ്ലീഷിൽ ഫോർ വെച്ചാണ്. ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തു. ഐ ഫോട്ട് ഫോർ മൈ കൺട്രി. എൻ്റെ രാജ്യത്തിന് വേണ്ടി. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ രാജ്യത്തിനായി ഞാൻ യുദ്ധം ചെയ്തു. ഐ ഫോട്ട് ഫോർ മൈ കൺട്രി. ആ രീതിയിൽ നമുക്ക് പറയാൻ കഴിയും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ ഐ എന്നുള്ളത് മാറ്റി മറ്റു വാക്കുകൾ വി, ഹി, യു അതെല്ലാം വയ്ക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും പേരുകളൊക്കെ വയ്ക്കാം. ഇവിടെയൊക്കെ വാക്കുകളൊക്കെ മാറ്റി വയ്ക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അർത്ഥമുള്ള വാചകമാണോ എന്ന് ശ്രദ്ധിക്കുക. കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഇവിടെ സമയത്തിനെ സൂചിപ്പിക്കുന്ന വാചകങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാക്ടീസാണ്. വേറൊരാൾ കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. തെറ്റ് പറയുമ്പോൾ തിരുത്താൻ പറ്റും. പിന്നെ ബോറടിയും കുറവായിരിക്കും അല്ലേ. ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ നിന്ന് കുറച്ച് വാക്കുകൾ എല്ലാ ദിവസവും പഠിക്കുക. അതുപോലെ പുതിയ വാക്കുകൾ, വെബ്സ് പഠിക്കണം. പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ. വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്.
അപ്പൊ വെർബിന് അല്ലെ ക്രിയയ്ക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബിന്റെ ലിസ്റ്റിലെ 3ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. അപ്പോൾ 4 ഫോംസ് ഉണ്ട്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 ഫോം അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 ഫോംസ് ആയിരിക്കും എല്ലാ വെർബിന്റെയും നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ ലിസ്റ്റ്, ആദ്യത്തെ വാക്കുകൾ നോക്കുക. ഞാൻ വായിക്കുകയാണ്. പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കീപ്, kept, kept. Sleep, slept, slept. Meet, met, met. Weep, wept, wept. Creep, crept, crept. Feel, felt, felt. Sweep, swept, swept.
kneel, knelt, knelt, dwell, dwelt, dwelt, build, built, built, burn, burned, burned. ഇങ്ങനെയുള്ള വെർബുകള് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് നമ്മൾ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്ക് വായിക്കാം. allow, allowed, allowed, arrive, arrived, arrived, attract, attracted, attracted, beg, begged, begged, borrow, borrowed, borrowed, carry, carried, carried, change, changed, changed, claim, claimed, claimed, command, commanded, commanded, complain, complained, complained, complete, completed, completed, continue, continued, continued, cry, cried, cried, dance, danced, danced, describe, described, described, develop, developed, developed, fail, failed, failed, flow, flowed, flowed. ഈ വാക്കുകൾ പഠിക്കുക. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെയാണ് ഇവ എന്ന് മറക്കാതിരിക്കുക.